നേരാ അമ്മീ പറഞ്ഞത്. എൻ്റെ ഫിനുമോൾ ഒരു കാര്യത്തിലും സങ്കടപ്പെട്ടതായി നാസറോ ഫിനോ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. രണ്ട് കാര്യത്തിനൊഴികെ. രണ്ട് കാര്യം എൻ്റെ കുഞ്ഞിനെ വളരെയധികം സങ്കടത്തിലായിത്തീരുന്നു. ഒന്ന്, അവളുടെ പ്രണയം നഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞപ്പോഴും. രണ്ട്, അവളുടെ ഉറ്റ സുഹൃത്ത് അവളിൽ നിന്ന് അകന്നപ്പോഴും. രണ്ടും കൂടി ഒരുമിച്ച് വന്ന വേദന ആയതുകൊണ്ട് അവൾ ഒരു ആത്മഹത്യാ ശ്രമം നടത്തി. ഭാഗ്യത്തിന് നാസർ അത് കണ്ടതുകൊണ്ട് മാത്രം ജീവൻ തിരിച്ചു കിട്ടി. അലി ഐസുവിനെ നോക്കിയാണിത് പറഞ്ഞത്. അവൻ കാരണം അവൾ ഒത്തിരി വേദനിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ. എന്നാൽ അർമാന് ഫിനു ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെന്ന് കേട്ടതും ഉള്ളിലെവിടെയോ തട്ടി. അവളൊരു ഞെട്ടലോടെ അവളെ നോക്കിയതും അവൾ തലതായിട്ട് നിൽക്കുമായിരുന്നു. അലിപ്പ, ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും പടച്ചോൻ തന്ന ജീവൻ ഞാൻ ഇനി സ്വയം നശിപ്പിക്കില്ല. എനിക്ക് ലോകത്ത് സ്വന്തമെന്ന് പറയാൻ എൻ്റെ ഉപ്പ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഉപ്പാനെ വേദനിപ്പിച്ച് എൻ്റെ വേദനകൾ മരണം കൊണ്ടൊരു അന്ത്യം കുറിക്കാൻ ഇനി ഞാൻ തയ്യാറല്ല. അവളൊന്ന് പുഞ്ചിരിച്ചു. ആദ്യം എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. പിറകെ നടന്ന് ശല്യം ചെയ്യാനോ ഒന്നിനും ഞാൻ മുതിരില്ല. കാരണം നിങ്ങളിൽ എന്നോട് ഇത്ര വെറുപ്പുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അത്രയ്ക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ട് നിങ്ങളോട്. ആദിക്ക് മുമ്പിൽ ചെന്ന് നിന്ന് ഇഷ്ടം പറഞ്ഞ അമ്മയോട് തിരിച്ചെന്ത് പറയണമെന്ന് അവനൊരു ഐഡിയയും ഇല്ലായിരുന്നു. കാരണം അവൻ അത്രയ്ക്ക് ഇഷ്ടമാണ് അമ്മയെ. അർഷി അമ്മയെ ഒന്ന് നോക്കി, ശേഷം ആദിയെയും. ആദി, അവൾക്കൊരു മറുപടി കൊടുക്ക്. അത് പിന്നെ കാക്കു. ആദ്യം തപ്പി കളിക്കുന്നത് കാണെ ഫിനു അവൻ്റെ മുമ്പിലേക്ക് നിന്നു. നോക്കതിനാൽ ഉള്ളിൽ പ്രണയം കുഴിച്ചു മൂടി പ്രണയമല്ലെന്ന് പറഞ്ഞ് ഇവളെ വേദനിപ്പിക്കാൻ ശ്രമിക്കരുത്. പ്രണയം അതൊരു വികാരമാണ്. നിന്റെ പ്രണയം സത്യസന്ധമായതുകൊണ്ടാണ് പടച്ചോൻ ഇപ്പോൾ നിന്നെ ഇവിടെ എത്തിച്ചതും ഇങ്ങനെ ഇന്ന് ഇവിടെ നടന്നതും. പ്രണയത്തെ നീ കൂടുതൽ വർണ്ണിക്കണ്ട. ഞാൻ കണ്ടു നിന്റെ പ്രണയത്തിന്റെ തീവ്രത. ആദ്യം ഏതോ ഒരിക്ക, പിന്നെ എൻ്റെ മേലേക്ക് വന്നു. ഇപ്പോഴേ ഈ സാറിനെയും വളച്ചെടുത്തു. ഇനി അടുത്തത് ആരാണോ എന്തോ. ആദിയിൽ പുച്ഛം നിറഞ്ഞു. പക്ഷെ ഫിനു അതിന് പുഞ്ചിരിച്ചു എന്നല്ലാതെ യാതൊന്നും പ്രതികരിച്ചില്ല. ആദി, അത് അവളല്ല ചെയ്തത്. അമ്മി വേണ്ട, അതെല്ലാം കഴിഞ്ഞുപോയ അധ്യായങ്ങളാണ്. അത് വീണ്ടും വലിച്ചു വാരി മനസ്സിലേക്ക് കയറ്റണ്ട. കഴിഞ്ഞു പോയതെല്ലാം മറന്നുകള. ഞാൻ ചെയ്ത തെറ്റിനാണ് എനിക്ക് ഈ ശിക്ഷ ലഭിച്ചത്. അത് ജീവിതകാലം മുഴുവൻ സഹിക്കാൻ ഞാൻ തയ്യാറാണ്. സോ ഇതിൽ നീ ഇടപെടണ്ട. പക്ഷെ ഞാൻ കാരണം. ആമി, നീ കൂടുതൽ അവൾക്ക് പക്ഷം പിടിക്കേണ്ട. നീ കണ്ടതല്ലേ അന്ന് അവൾ ചെയ്തത്. അർമാനിൽ ദേഷ്യം നിറഞ്ഞു. അതെ, ഞാൻ കണ്ടതാ അവൾ ചെയ്തത്. അന്ന് ആ പോസ്റ്റർ ഒട്ടിച്ചത് ഞങ്ങളാണെന്ന് അറിഞ്ഞിട്ടും ആരെയും ഒന്നും ബോധിപ്പിക്കാൻ പോലും ശ്രമിക്കാതെ തെറ്റ് സ്വയം ഏറ്റുവാങ്ങിയ ഇവളെ ഞാൻ മനസ്സിലാക്കിയതാ. എന്തിനു വേണ്ടിയോ ഇവളെല്ലാം മറച്ചു പിടിച്ച് സ്വയം വേദനിച്ചതെന്നറിയില്ല. ഒരിക്കലും ഒരു പെണ്ണിന് താങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ഞാൻ. അമ്മയെ പറഞ്ഞ് മുഴിപ്പിക്കാൻ സമ്മതിക്കാതെ ഫിനു അവളെ തടഞ്ഞു. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ആ പ്രശ്നം ഇവിടെ തുറന്നു വിടണ്ട. നിങ്ങൾ നിങ്ങളുടെ ജീവിതം തുടങ്ങാൻ നോക്ക്. കഴിഞ്ഞുപോയ അധ്യായങ്ങൾ വീണ്ടും മറച്ചു നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ എൻ്റെ അന്നത്തെ ഫ്രണ്ട്ഷിപ്പിനെ വീണ്ടും കൂട്ടി യോജിപ്പിക്കാനാണ് നീ ശ്രമിക്കുന്നതെങ്കിൽ വേണ്ട. എനിക്ക് ആഗ്രഹമില്ല ആ കൂട്ടുകെട്ട് വീണ്ടും തുടരാൻ. കാരണം ഞാൻ എന്തെന്ന് പോലും അവന് വരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നേ വരെ ജീവിതത്തിൽ ഫിനു ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടേ അത് ഈ നിൽക്കുന്ന എൻ്റെ ഐസുഖാനെ മാത്രമാണ്. അല്ലാതെ ഒരിക്കലും ഞാൻ വേറെ ആരെയും സ്നേഹിച്ചിട്ടില്ല. ഫിനു ഐസുവിനോട് ചേർന്ന് നിന്ന് പറഞ്ഞത് കേൾക്കെ ഐസു സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. അർമാന്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ചോദ്യങ്ങൾ കയറി ഇറങ്ങി. ഫിനു അല്ല തെറ്റുകാരി എന്ന് മനസ്സിലാക്കവേ അവന്റെ മനസ്സ് അവളോട് മിണ്ടാൻ കൊതിച്ചു. പെണ്ണെ ഫിനു, ഈ വരുന്ന ഞായറാഴ്ച ഒരിക്കൽ കൂടെ ഞാൻ എൻ്റെ മഹർ നിന്നിൽ ചാർത്തിക്കോട്ടെ. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച സ്ഥിതിക്ക് എനിക്ക് ഒരിക്കൽ കൂടി നിന്റെ സമ്മതത്തോടു കൂടെ നിന്റെ കഴുത്തിൽ എൻ്റെ മഹറാണിക്കണം എന്നൊരാഗ്രഹം. ഐസ ഫിനുവിൻ്റെ കണ്ണിലേക്ക് നോക്കി ചോദിക്കവേ സമ്മതാർത്ഥത്തിൽ ഫിനു ഒന്ന് പുഞ്ചിരിച്ചു. അങ്ങനാണെങ്കിൽ എനിക്ക് നീ ഒരു സഹായം ചെയ്യണം. നാഫി പറഞ്ഞത് കേൾക്കെ ഫിനു അവനെ സംശയത്തോടെ നോക്കി. ഏതായാലും നിങ്ങളുടെ കല്യാണം നടക്കാൻ പോവല്ലേ. നിന്റെ നെജനെ നീ ഇങ്ങോട്ട് വിളിച്ചു വരുത്തടി. ഞാൻ സ്വസ്ഥമായിട്ട് അവളെ പ്രണയിക്കട്ടെ. ഇലിയോടെ നാഫി പറഞ്ഞത് കേട്ട് ഫിനു ഫോണെടുത്ത് നെജയെ വിളിച്ചു സ്പീക്കറിലിട്ടു. ഹലോ, ആടി പറ, നീ എവിടാ? വീട്ടിലുണ്ടോ? ആ ഉണ്ട്. അല്ല, എന്തായി നിങ്ങളുടെ അവസ്ഥ? നീയും അവനും നന്നാവുമോ? ഇനി അതല്ല, നിന്റെ കോളേജിലെ കാമുകനെ പോലെ ഇവനും നിന്നെ തേച്ചിട്ട് പോവോ? അങ്ങനെ പോയാ അന്ന് അവൻക്കുള്ള കബറെടുക്കാം. അപ്പൊ സെറ്റായ നിങ്ങള്? ആ, അൽഹംദുലില്ലാ. ഇനി നിന്റെ കോളേജ് ലൈഫിലെ ആ കാമുകന്റെ നമ്പർ ഒന്ന് സെൻഡ്. എനിക്ക് വിളിച്ചിട്ട് 2 വർത്താനം പറയണം. എന്റെ കയ്യിൽ നമ്പർ ഇല്ലടി. ഓന്റെ വീടിന്റെ ലൊക്കേഷൻ ഉണ്ട്, അത് മതിയോ? വീട്ടിൽ പോയി തരം വിളിക്കണോ? ആ, വിളിക്കാല്ലേ. ഇച്ചോന്റെ ലൊക്കേഷൻ സെൻഡ്. തങ്കക്കുടം പോലുള്ള എൻ്റെ ഫിനുവിനെ ഓൻ തേച്ചു പോയ സ്ഥിതിക്ക് ഇപ്പോൾ എൻ്റെ കൊച്ച് ഹാപ്പിയാണെന്നും ഓനേക്കാൾ സുന്ദരനും എന്നെ സ്നേഹിക്കുന്നവനുമായ ഒരാളെ എനിക്ക് കിട്ടിയെന്നും പറഞ്ഞ് നാളെ തെറി വിളിച്ചിട്ട് ഞാനിങ്ങ് പോരാം. ഞാൻ ലൊക്കേഷൻ സെൻഡിക്ക്.
സെറ്റ് ഞാനിതാ ഇറങ്ങി. ഞാൻ ഒരു ഓട്ടോ വിളിച്ച് ഫിനു അയച്ച ലൊക്കേഷനിലേക്ക് പോകാൻ പറഞ്ഞു. എടി ഞാനൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് സങ്കടമാവോ? എന്തടി? ഫിനു ചോദിച്ചത് കേൾക്കെ എന്നുവെച്ചാൽ സംശയത്തോടെ പ്രതികരിച്ചു. ആ അത് പിന്നെ നാഫിക്ക് തന്നെ ഇഷ്ടമല്ല, അവൻ നിന്നെ പറ്റിക്കുകയായിരുന്നു. നിന്നോട് ആര് പറഞ്ഞതാ അത്? മൂപ്പർ പിന്നെ പെരുത്ത് ഇഷ്ടമാണ്, അതെനിക്ക് അറിയാവുന്നതുമാണ്. നെജ പറയുന്നത് കേൾക്കെ നാഫിയുടെ കണ്ണുകൾ വിടർന്നു. അവൻ്റെ നിക്കാഹാണ് വരുന്ന സൺഡേ. ഫിനു നാഫിയെ നോക്കി ഒന്ന് ഇളിച്ചു. എൻ്റെ നിക്കാഹോ? എപ്പോ എന്ന എക്സ്പ്രഷനിൽ നാഫിയും. എന്നാൽ കേട്ടത് വിശ്വസിക്കാനാവാതെ നെജ ഓട്ടോയിൽ തറഞ്ഞിരുന്നു. അവളുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞൊലിച്ചു. സത്യാണോടേ? നീ ഇത് എവിടുന്നാ അറിഞ്ഞേ? ഞാനൊക്കെ അറിഞ്ഞു. ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതല്ലേ, ഉള്ളിലെ ഇഷ്ടം തുറന്നു പറഞ്ഞില്ലേ വല്ലവരും കൊത്തിക്കൊണ്ടുപോകുമെന്ന്. ഏതായാലും ഇഷ്ടം പറയാതിരുന്നത് നന്നായി. ഇതാവുമ്പോൾ ഞാൻ ഓനെ പ്രേമിച്ചില്ലെന്ന് ഓൻ വിചാരിച്ചോളും. എനിക്കൊരു സങ്കടവും ഇല്ല ഓനെ കിട്ടാത്തതിൽ. വേദനയുടെ നെജ പറയുന്നത് കേട്ട് ഫിനു ഒന്ന് പുഞ്ചിരിച്ചു. നാഫിക്ക് നെജ പറഞ്ഞത് വിശ്വസിക്കാനായില്ല. അവൾ തന്നെ തിരിച്ച് പ്രണയിച്ചിരുന്നു എന്നത്.